അങ്ങനെ ചലഞ്ചിങ് ടാസ്ക് 1-ൽ വിജയിച്ചിരിക്കുകയാണ് ഋഷി, അഭിഷേക് ശ്രീകുമാർ, നോറ, ക്യാപ്റ്റൻ ആയിട്ടുള്ള റസ്മിൻ. പരാജയപ്പെട്ടിരിക്കുകയാണ് ജാസ്മിൻ, ജിൻഡോ, അൻസിബ, ശ്രീതു. അതെ, അങ്ങനെ ഒരു സൂപ്പർ ടാസ്ക്കാണ് കടന്നു പോയത്. പ്രൊമോയിൽ നമ്മൾ കണ്ടതുപോലെ ഭയങ്കരമായിട്ടുള്ള അടിപിടിയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ്. സ്മോക്കിംഗ് റൂമിനകത്ത് നടക്കുന്നതൊക്കെ എൻ്റെ മുന്നേ ഭയങ്കര അടിയായിട്ടൊക്കെയാണ് കാണിച്ചു. പക്ഷേ സ്ലോ മോഷനൊക്കെ ഇട്ട് കാണിച്ചതിനകത്തൊന്നും ഒന്നുമില്ലായിരുന്നു, ഒരു മണ്ണാങ്കട്ടേ ഇല്ലായിരുന്നു. അതിനകത്തൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ഫിസിക്കൽ അറ്റാക്കുകൾ എല്ലാ ഈ ടാസ്കിൽ നടക്കുന്ന ലെവലിലേ നടന്നുള്ളൂ. ബലൂണ് പൊട്ടാൻ പാടില്ല, അതായിരുന്നു ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ടാസ്ക്. ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തർക്കും എത്ര പോയിന്റുകൾ വീതമാണ് കിട്ടുന്നത്, എല്ലാം സംസാരിക്കാം. ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയായിട്ട് ടാസ്ക് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞു നിർത്തതിൻ്റെ ഭാഗമായിട്ട് റസ്മിനെ കൂടി ഏതെങ്കിലും ഒരു ടീമിലേക്ക് കയറാൻ പറയുന്നു. റസ്മിൻ ഞാൻ ടണലിൽ കയറിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അഭിഷേകിൻ്റെയും നോറയുടെയും പിന്നെ ഋഷിയുടെയും ഉള്ള ടീമിലേക്ക് റസ്മിൻ കയറുവാണ്. അതിനുശേഷം പവർ ടീമിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഒരു പാവയല്ല, ഒരു നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ ഇരിക്കും പോലത്തെ സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ കുറേ തുണിയൊക്കെ കയറ്റി ഒരു ഉടുപ്പും പാൻറ്റൊക്കെ ഇട്ട് കുറേ പാടത്ത് വയ്ക്കുന്ന കോലമില്ലേ, അതുപോലെ ഒരു കോലത്തിന് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പച്ച ഡ്രസ്സും ഉടുത്താണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പം വന്ന ഉടനെ തന്നെ സായി ഉണ്ട്, പിന്നെ ശരണ്യ ഉണ്ട്, നന്ദനയുണ്ട്, ശ്രീരേഖ ഉണ്ട്. ഇവരാണല്ലോ പവർ ടീം. ഇവരതിനകത്തോട്ട് പോകുന്നു. അപ്പോൾ പാവയെ കണ്ടവരിങ്ങനെ എടുത്ത് കയ്യിലേക്ക് പാവയുടെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബലൂൺ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പേരിട്ടോ? അത് ഇനി കണ്ണാപ്പി എന്നിടാം ബിഗ് ബോസ്. ആര് പറയണേ? സായി പറയണേ. കേശവൻ എന്നിടാം ബിഗ് ബോസ്. ശ്രീരേഖ പറയാണ്. അല്ലെങ്കിൽ കേശു എന്നിടാം. ഒരു പവറായിട്ടുള്ള പേരിടൂ, എങ്കിൽ നമുക്ക് റോളക്സ് എന്നിടാം എന്ന് പറഞ്ഞുകൊണ്ട് റോളക്സ് എന്ന് പാവയ്ക്ക് പേരിടുന്നു. ഇവർക്ക് എല്ലാവർക്കും ടീഷർട്ടുകൾ ഇവരുടെ അതേ കളറിൽ, ഇന്നലെ ബിഗ് ബോസ് പറഞ്ഞ അതേ കളറിലുള്ള ടീഷർട്ടുകൾ സ്റ്റോർ റൂമിൽ കൊടുത്തു വിടുവാണ്. അപ്പം ഈ ബലൂൺ പൊട്ടാതെ നിങ്ങൾ നോക്കണം, ഈ ബലൂണിനകത്ത് സവിശേഷതകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ ഈ പാവ മരിക്കും. അങ്ങനെ അടുത്ത ടണൽ ടീം പോകുന്നു. അവർക്ക് റെഡാണ് കളറ്, റെഡ് രൂപത്തിലുള്ള ഒരു പാവയാണ് കിട്ടുന്നത്. ആദ്യം പോകുന്ന ആൾക്ക് മെയിൽ പാവ, രണ്ടാമത് പോകുന്ന അവർക്ക് കിട്ടുന്നത് റെഡ് ഫീമെയിലാണ്. അവരതിന് പേര് എലി എന്ന് ഇടുന്നു. പൂച്ചയെലിയല്ല, ELY എലി എന്ന് പേരിടുന്നു. അടുത്ത് തേർഡ് ഡെന്ന് പോകുന്നു. ഡെന്നിന് വീണ്ടും മെയിലാണ് കിട്ടുന്നത്, ഡെന്നിന് വീണ്ടും ഫീമെയിൽ കിട്ടുന്നു. യെല്ലോ കളറാണ്, അവർ ജാനു എന്നിടുന്നു. ടണൽ ടീമിൽ നിന്ന് പോകുന്നത് അഭിഷേക്, റസ്മിൻ, പിന്നെ ഋഷി, പിന്നെ നോറ, ഇവർ 4 പേരുമാണ്. അടുത്ത മൂന്നാമത് ഡെന്നിൽ നിന്ന് പോകുന്നത് ജിൻഡോ, ജാസ്മിൻ, ശ്രീതു, അപ്സര, ഇവർ 4 പേരുമാണ് ഡെന്നിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവർ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് യെല്ലോ കളറാണ് അവർക്ക് കിട്ടുന്നതിൻ്റെ പേര്, അവർ ജാനു എന്നിടുന്നു, അത് പെണ്ണാണ്. അടുത്ത് നെക്സ്റ്റ് പോകുന്നു സിജോ, അർജുൻ, ഗബ്രി, അപ്സര, ഇവർ ഇത്രയാണല്ലോ. അപ്പോൾ ഇവർ പോകുമ്പോഴത്തേക്കും ഇവർക്ക് കിട്ടുന്നത് ബ്ലൂ ആണ്, ഇക്രു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പേരിടുന്നു. അതിനുശേഷമാണ് ഗബ്രി എടുത്ത് ടാസ്ക് വായിക്കുകയാണ്. ബസർ അടിക്കുന്ന സമയത്ത് ഈ ബലൂണ് പൊട്ടാതെ നിങ്ങൾ അവരവർ നോക്കുകയും വേണം, ബാക്കിയുള്ള ടീമിനെ പൊട്ടിക്കുകയും വേണം. ബസർ അടിക്കുന്ന സമയത്തല്ലാതെ, ബസർ ടു ബസർ ടൈം അല്ലാതെ ഈ പാവയെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം കൂടാൻ പാടില്ല. ഈ പാവയുടെ കൂടെ തന്നെ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കണം. എവിടെ നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ പാവ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് പറയണം. അപ്പം നിങ്ങളുടെ ടീമിലുള്ള ഈ ബലൂൺ ഏതൊരു കാരണത്തായാലും ഈ ബലൂൺ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം ഔട്ടാവും എന്ന് പറയുന്നുണ്ട്. ബസറിൻ്റെ സമയത്ത് മാത്രമേ അങ്ങനെ ചെയ്യിക്കാവൂ. പാവയെ ഒരിക്കലും തനിച്ചിരുത്തരുത്. ക്രിയേറ്റീവായിട്ട് ഈ പാവയെ കൊണ്ട് നടക്കുന്നവർക്ക് പ്രത്യേകം സമ്മാനമുണ്ട്. അതിഥിയുടെ ആ ഒരു എന്താ പറയുക, ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ അതിഥി മരിക്കും. ഫിസിക്കൽ അറ്റാക്കുകൾ പാടില്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. രതീഷിന് കളിക്കാൻ പറ്റത്തില്ല. രതീഷ് ഇവിടുത്തെ നിയമങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. പക്ഷേ രതീഷും ഈ പറയുമ്പോൾ യെല്ലോ കളർ എടുത്തിടുവാണ് ഡ്രസ്സ്. രതീഷ് ഒരു യെല്ലോ ഷർട്ട്, ഒരു യെല്ലോ മുണ്ടൂടെ, കാരണം ജിൻ്റപ്പൻ്റെ കൂടെയാണ് ഞാനെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള രതീഷിൻ്റെ മൂവാണ്. അപ്പോൾ രതീഷും ആ ഒരു ഡ്രസ്സ് എടുത്തിടുന്നു. പിന്നീട് ഫസ്റ്റ് റൗണ്ട് നടക്കുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ ഗബ്രി നേരെ പാവയും കൊണ്ട് സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നു. അവിടെ കുറച്ച് പിടിവലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇതിനിടയിൽ വെച്ചിട്ട് കിച്ചൻ്റെ അടിയിൽ അവർ പാവ ഒളിപ്പിക്കാനുള്ള ലെവലിൽ ശ്രീതുവൊക്കെ അവരെ മഞ്ഞ കളറാണ് പാവയൊക്കെ. അപ്പോൾ ഒരുപാട് പ്ലാനിങ്ങെല്ലാം നടക്കുന്നു. ആദ്യമൊക്കെ അവർ റൂം അടച്ചിരിക്കുന്നു. നമുക്ക് റൂം അടച്ചിരുന്നിട്ട് ഇങ്ങനെ പട്ടികൾ പറക്കി ഇങ്ങനെ അടുക്കി ചേർത്ത് വയ്ക്കുക. അപ്പോൾ അവർക്ക് റൂം തുറക്കാൻ പറ്റത്തില്ല. 2 പേർക്ക് ഇതിനകത്ത് നിന്ന് പാവയെ സംരക്ഷിക്കുക, 2 പേർക്ക് പുറത്ത് നിൽക്കാം എന്നെല്ലാം സിജോയുടെ ടീം തീരുമാനിക്കുന്നു. ഇതേസമയം മറുവശത്ത് ജിൻഡോയുടെയൊക്കെ ടീം, ജാസ്മിൻ്റെയൊക്കെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്നത് നമുക്ക് മറ്റൊരു ടീമിൻ്റെ കൂടെ ചേർന്ന് 3-ാം ഒരാളെ ഔട്ടാക്കാം. അങ്ങനെ ഒരു പ്ലാനിങ് നടക്കും ജിൻഡോ കാക്ക. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ആ പ്ലാനിങ് വീഴരുത്. കാരണം എങ്കിൽ അവസാനം നമ്മളാണെല്ലാം കുത്തിപ്പൊക്കിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ജാസ്മിൻ സൂപ്പറായിട്ട് അവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുകയാണ്.
അപ്പോൾ ഈ ജിൻഡോ പറഞ്ഞു വേണ്ട നമ്മൾ ഇങ്ങനെ ചേർന്ന് ജിൻഡോ സമ്മതിക്കില്ല. ജിൻഡോയുടെ അശ്രദ്ധ കൊണ്ടാണ് അവിടെ തോക്കുന്നത്. അങ്ങനെ അവരുടെ കൂട്ടത്തിലെ പ്ലാന് അടുത്ത് പവർ റൂം ആണെങ്കിൽ നമ്മളിതിനെ 2 പേര് ഡിഫെൻഡ് ചെയ്യണം, ആരൊക്കെ ഇതിന് യുദ്ധത്തിന് പോകും എന്ന് പറഞ്ഞിട്ട് അവരുടെ ടീമിലുള്ള യുദ്ധം അവിടെ നടക്കുന്നു. ടണലിൽ എല്ലാവരും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത്. അപ്പം 4 ടീമും മത്സരിക്കാനാണ്. പക്ഷേ അവസാനം ബിഗ് ബോസ് പറയുന്നത് റൂമിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല എന്ന്, എല്ലാത്തിൻ്റെ ഐഡിയ പാളിപ്പോകുന്നു, എല്ലാം വെളിയിൽ ഇറങ്ങുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നടക്കുമ്പോഴത്തേക്കും ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ടീം ഔട്ട് ആവുകയാണ്. കിച്ചണിൽ വെച്ചിട്ട് ഈ പാവയെ ഇവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓടി വന്ന് നമ്മുടെ നന്ദനമായിരുന്നു. നന്ദന അങ്ങോട്ട് ഓടി വരുമ്പോഴത്തേക്കും അൻസിബയും ശ്രീതും കൂടെ പിടിച്ചു മാറ്റുന്നു. ജാസ്മിൻ ഒറ്റയ്ക്കാവുന്നു. ജിൻഡോ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇതിനിടെ വെച്ചിട്ട് പാവ പൊട്ടിക്കുകയാണ്. അപ്സരയും കൂടെ വരുന്നു. അങ്ങനെ പാവ പൊട്ടുന്നു. ഫസ്റ്റ് ബിഗ് ബോസ് അപ്പം തന്നെ ബസ്സറടിക്കുന്നു, ഔട്ടാവുന്നു. ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ടീം ഔട്ടാവുന്നു. കുറച്ച് നേരം ബ്രേക്കാണ്. അടുത്ത റൗണ്ട് വരുന്നു. ആ റൗണ്ടിലാണ് നമ്മുടെ സ്മോക്കിംഗ് റൂമിൽ വെച്ച് നമ്മൾ പ്രൊമോയിൽ കണ്ടില്ല, അതുപോലെ വലിയ സംഭവമൊന്നുമല്ല. നന്ദന ഉണ്ട് അവിടെ, സായി ഉണ്ട് അവിടെ, ഋഷി ഉണ്ട് അവിടെ. അവരങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഗബ്രിയുടെ കയ്യിൽ നിൽക്കുന്നില്ല. നന്ദന പിടിച്ച് പിതുക്കുക എന്തോ ചെയ്യുമ്പോഴത്തേക്കും ബലൂണ് പൊട്ടുന്നു. അങ്ങനെ ഡെന്ന് ടീം ഔട്ടാവുന്നു. ഡെൻ എന്ന് പറയുമ്പം സിജോയുടെ ടീം ഔട്ടാവുന്നു. സിജോ, ഗബ്രി, അർജുൻ, അപ്സര ഇവരുടെ ടീം ഔട്ടാവുകയാണ്. ഡെന്നല്ല നെസ്റ്റ് ഔട്ടാവുന്നു. ഫസ്റ്റ് റൗണ്ട് ഡെൻ ഔട്ടാവുന്നു. സെക്കൻഡ് റൗണ്ട് നെസ്റ്റ് ഔട്ടാവുന്നു. അടുത്ത 3ാമത്തെ റൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അഭിഷേകും സായിയും കൂടെ ലിവിങ് ഏരിയയിൽ നിന്നൊരു സായി ഇങ്ങനെ പിടിച്ച് മാറ്റിയിട്ട് അങ്ങോട്ട് നന്ദന പാവയും കൊണ്ടുവന്ന് പിടിച്ച് അഭിഷേക് പിടിച്ച് ഇറക്കുന്നു. അപ്പം തന്നെ പാവ പൊട്ടുന്നു. അങ്ങനെ പവർ റൂം ഔട്ടാവുന്നു. ടണൽ വിജയിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പോയിൻറ്റ്സ് ആയിരിക്കും. അന്നേരം ബിഗ് ബോസ് എല്ലാവരും കഴിക്കാൻ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ. അപ്പോൾ ഇതിനകത്ത് പോയിൻറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്, ഇത്ര പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി പാവയെ ഏറ്റവും കൂടുതൽ പരിപാലിച്ച ആര് എന്നുള്ള അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ എന്തോ ഉണ്ടെന്ന് പറയുന്നത്. ചിലപ്പോൾ 1 പോയിന്റ് കൂടി എക്സ്ട്രാ കൊടുക്കുമായിരിക്കും പാവയെ പരിഗണിച്ച ആൾക്ക്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം പക്ഷേ പാവയെ എല്ലാവരും നന്നായിട്ട് പരിഗണിക്കുകയും കൂടെ വേണം. പക്ഷേ എല്ലാവരും മെയിൻ പ്രയോറിറ്റി ആയി വെച്ചിരുന്നത് ആദ്യം നമുക്ക് പാവയെ രക്ഷിക്കണം. ആദ്യം ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നമ്മളെ പാവയെ രക്ഷിക്കണം. എന്നിട്ട് വേണം നമ്മൾ പരിപാലിക്കാൻ. അപ്പം ഈ രക്ഷിച്ചതിൻ്റെ കണക്ക് പറയാനാണെങ്കിൽ മൊത്തം 4 ടീം മത്സരിച്ചു. അപ്പോൾ മാക്സിമം ഓഫ് 3 പോയിൻ്റ് എനിക്ക് തോന്നുന്നതാണ്. അത് ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്തിട്ടില്ല. ടണലിന് 3 പോയിൻ്റ്, പവർ റൂമിന് 2 പോയിൻ്റ്, നെസ്റ്റിന് 1 പോയിൻ്റ്, ഡെന്നിന് 0 പോയിൻ്റ്. ചിലപ്പോൾ ഈ ബൊമ്മയെ പരിപാലിച്ചതിനെ തുടർന്ന് ഏതെങ്കിലും ഒരു ടീം ഏറ്റവും നന്നായിട്ട് പരിപാലിച്ചത് ഏതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചോദിച്ച് പറഞ്ഞ് ഒരു ടീമിന് 1 പോയിന്റ് കൂടി ചിലപ്പോൾ എക്സ്ട്രാ കിട്ടിയാലായി. അങ്ങനെയാണ് ഈ ടാസ്ക്. ചലഞ്ചിങ് ടാസ്ക് 1 ടണൽ ജയിക്കുന്നു. അഭിഷേക്, ശ്രീകുമാർ, ഋഷി, നോറ, റസ്മിൻ ഇവർ 4 പേരുമാണ് ജയിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഈ ഓരോ റൗണ്ട് ഔട്ടാകുമ്പോഴും ജാസ്മിൻ ഫസ്റ്റ് ജിൻഡോ എടുത്തിട്ട് നിങ്ങൾ കാരണമാണ് ഔട്ടായത്, നിങ്ങളടുത്ത് ആദ്യമേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുതെന്ന്. ജാസ്മിൻ പറഞ്ഞിരുന്നു നിങ്ങൾ വിചാരിക്കും പോലെ നടക്കത്തില്ല, നമ്മൾ 3 പേരുടെ കൂട്ടത്തിൽ കൂടത്തില്ല, പറയുന്നത് നിങ്ങൾ കേൾക്കും. അപ്പോൾ ഈ ജിൻഡോ കേട്ടില്ല. ഇപ്പോൾ അവസാനം എന്തായി? അവരുടെ ടീം തന്നെ ഫസ്റ്റ് പൊട്ടി. അപ്പോൾ ആകെ മൊത്തം അവരുടെ ടീം തോറ്റു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നാളെ ആയിരിക്കും ചലഞ്ചിങ് ടാസ്ക് 2 വരുന്നത്. ഇതിന് ശേഷം ഇതിൻ്റെ ചർച്ചകൾ എല്ലാവരും ഗെയിം കഴിഞ്ഞു, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലിരിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ചത്ത മോഡാണ്, കാണാനൊരു രസമില്ല. അപ്പോൾ ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, ലൈവ് വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.